ഗൈസ്, ഇന്നലെ എന്താണ് കണ്ടത്? ഇന്നലെ അത്ഭുതങ്ങളും അതിശയങ്ങളുമാണ് ഇന്നലെ കണ്ടത്. കാരണം കൊളംബിയ പോർച്ചുഗലിനെ നിലത്ത് നിർത്തിയില്ല എന്ന് തന്നെ പറയാം. കാരണം അറ്റാക്കുകളുടെ പ്രവാഹം കൊണ്ട് കൊളംബിയ പോർച്ചുഗലിൻ്റെ ടീമിനെ എന്താണ് ബുദ്ധിമുട്ടിച്ചു. എന്നുവെച്ചാൽ ഒത്തിരി ഒന്ന് നിലത്ത് നിൽക്കാൻ കഴിയാത്ത പോലെ അവരുടെ ഗോൾ കീപ്പറിനെ ആയാലും അവരുടെ റൂബൻ ഡിയാസിനെ ആയാലും എല്ലാം ഭയങ്കര ഒരു വെൽ ക്ലാസ് സേവ് ഒക്കെയാണ്. റൂബൻ ഡിയാസ് ഗോൾ ലൈൻ വെളിയിൽ വെച്ച് തന്നെ സേവ് ചെയ്ത് അവരുടെ ഗോൾ കീപ്പർ ആയാലും സേവ് ചെയ്ത്. ഇന്നലെ റൊണാൾഡോ അവരുടെ പടത്തിൽ പോലും, ഇന്നലെ അവരുടെ ചിത്രത്തിൽ പോലും റൊണാൾഡോയെ കാണാൻ പറ്റില്ല. അതുപോലെ മാർക്കിങ്ങും കാര്യങ്ങളും. റൊണാൾഡോ ഇതുപോലെ കൊളംബിയ കളിച്ചിട്ടുണ്ടോ, അല്ലെ പോർച്ചുഗലിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം ഇന്നലെ ഒരു ഗോൾ അടിക്കാൻ വേണ്ടി പറ്റിയ അവസാന നിമിഷം ഒരു ഗോൾ അടിച്ചു. അത് ഓഫ് സൈഡായിട്ട് ഒരു നൊടിയട ഒരു ചെറിയൊരു വ്യത്യാസത്തിലാണ് ഓഫ് സൈഡ് ആയിപ്പോയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ കൊളംബിയ ജയിച്ചേനെ. അന്നേരം ആ ഒരു മാച്ചിനെ കുറിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. കൊളംബിയ പോർച്ചുഗലിനെ ഞെടുക്കി എന്ന് തന്നെ പറയാം. അവർ ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട്, നമ്മളൊക്കെ വിശ്വസിച്ചതിൽ അപ്പുറമായിട്ട് കൊളംബിയ പോർച്ചുഗലിനെ വിറപ്പിച്ചു. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് 7:30 നടന്ന മാച്ച്. ഇന്നലെ രാവിലെ 7:30 നടന്ന മാച്ച് ജോർഡാൻ വേഴ്സസ് അർജന്റീന. അതൊരു മാച്ചായിരുന്നു മക്കളെ. കിട്ടില്ല. ഒരു ജോർദാനെ ഒരു ഫ്രീ എന്ന് വെച്ചാൽ ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെയാണ് ഇന്നലെ അർജന്റീന ജോർഡാനെതിരെ കളിച്ചെന്ന് പറയുന്നത്. ഇന്നലെ കളി കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് തൊട്ട് അവസാനം വരെ ഞാൻ കളി കണ്ടു, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ കൂടെയാണ് ജോർഡനെതിരെ അർജന്റീന കളിച്ചത്. കാരണം ഇന്നലെ സാക്ഷാൽ ലയണൽ മെസ്സി പോലും സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങുന്നത്. ഒരു 60 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ലയണൽ മെസ്സി കളിക്കളത്തിൽ ഇറങ്ങുന്നത്, താരം ഇറങ്ങുന്നത്. പക്ഷെങ്കിൽ 19ാമത്തെ മിനിറ്റിൽ തന്നെ അർജന്റീന ഗോൾ കണ്ടെത്തി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരുടെ നിരന്തരമായ അറ്റാക്ക്, പാസിങ് ആക്യുറസിയിൽ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ 81-84% പാസ് മൊത്തം അർജന്റീന കൈവശം ഉണ്ടായിരുന്നു. 14% ജോർഡനുള്ളത്. 19ാമത്തെ മിനിറ്റിൽ അവിടെ ഒരു താരത്തിൽ കൂടെ ഫ്രീ കിക്കായിരുന്നു, അങ്ങനെ ഒരു താരത്തിൽ കൂടെയാണ് അവർ ഒരു 19ാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തുന്നത്. പിന്നെ 36ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ബോക്സിനകത്ത് വെച്ച് ഒരു ഫൗളായിരുന്നു. അത് ബൂട്ട് വെച്ച് മുഖത്തടിക്കുന്ന ഒരു ബോൾ ഹെഡ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ ബൂട്ട് വെച്ച് മുഖത്തോട്ട് അടിക്കുന്ന അത് ഫൗളാണ്. ഗോൾ കീപ്പർ അവസാനം ഫിഫ റഫറി എന്ന് വാറൊക്കെ പരിശോധിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് പിന്നെ അത് പെനാൽറ്റി കൊടുത്തത്. ആ ഒരു പെനാൽറ്റി നിസ്സാരമായിട്ടില്ല, അവതാരം മാർട്ടിനസ് അടിച്ച് അകത്ത് കയറ്റി. അങ്ങനെ ആ ഒരു കളി 2-0 അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ ജോർഡനും കളിക്കുന്നില്ലെന്നല്ല, പക്ഷേ ജോർഡന് ഒരു ടീം കളിക്കളത്തിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം കാണുന്നവർക്ക് അങ്ങനെ ഒരു ചിന്തയാണ്. കാരണം അതുപോലാണ് അർജന്റീന ഇന്നലെ ജോർഡനെതിരെ കളിച്ചത്. അതാണ് പറഞ്ഞത് ഒരു പൂ പറിക്കുന്ന ലാഘവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് ഒരു 60 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ സാക്ഷാൽ ക്രിസ്ത്യാനോ അല്ല, സാക്ഷാൽ ലിയോണൽ ആൻഡ്രിയോസ് മെസ്സി ഇറങ്ങുന്നത്. അതാണ് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിയുടെ എൻട്രി അതാണ്. പുള്ളി കളിക്കളത്തിൽ മെസ്സിയെ കണ്ടോ, പിന്നെ അർജന്റീനയുടെ പടയാളികൾ മൊത്തം സാക്ഷാൽ ഗോട്ടിലേക്കാണ് ബോളുകൾ മൊത്തം എത്തിക്കുന്നതെന്ന് പറയാം. കാരണം മെസ്സിയെ ടാർഗറ്റ് ചെയ്യുക, മെസ്സിയിലേക്ക് ബോൾ എത്തിക്കുക, ഗോൾ അടിപ്പിക്കുക എന്നുള്ള ചിന്തയാണ് പിന്നെ അർജന്റീനയിലെ 10 കളിക്കാർക്ക്. ഇന്നലെ മാർട്ടിനസിനെയൊക്കെ പിൻവലിച്ചാണ് അർജന്റീന മെസ്സി ഇറക്കുന്നത്. പക്ഷെങ്കിൽ കളിയുടെ 80ാമത്തെ അതിന് മുമ്പ് ഒരു ഫ്രീ കിട്ടി, അതും മെസ്സിയെ ഫൗൾ ചെയ്ത് തന്നെയാണ്. പക്ഷേ മെസ്സിക്ക് ഫേവറേറ്റ് പൊസിഷനിലുള്ള മെസ്സിക്ക് 80ാമത്തെ മിനിറ്റിൽ മെസ്സിയെ വലിച്ചിട്ട് ഫ്രീ കിക്ക് മെസ്സിക്ക് കിട്ടി. ആ
ജോർഡൻ കറക്റ്റ് ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് മതിൽ പോലത്തെ സംഭവമൊക്കെ കെട്ടി താഴെ കിടന്നൊക്കെ സെറ്റ് ചെയ്ത് ഒരു വാള് തന്നെ അവിടെ സെറ്റ് ചെയ്യും. പക്ഷെങ്കിൽ അത് ആരുടെ മുമ്പിലാണ് അവർ കെട്ടിയത് എന്നവർ ഓർക്കുന്നില്ല. ഒരു കീടിലൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി പൊക്കമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ കളിയിൽ നമ്മുടെ പോർച്ചുഗലിന് വേണ്ടി മെൻഡസ് അടിച്ചാലും കുറച്ച് പൊക്കമുണ്ട്. ആ ഒരു രീതിക്ക് ആ ഒരു ഇതിലൊക്കെ കൂടെ തന്നെ ലയണൽ മെസ്സിയുടെ കറക്റ്റ് ഷോട്ട് ജോർഡൻ്റെ ഗോൾ കീപ്പർ നോക്കി നിൽപ്പുണ്ട്. പുള്ളിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സാക്ഷാൽ ലിയോണൽ മെസ്സിയുടെ പ്രവാഹം ഒരു വെട്ടിയുണ്ട എന്ന് പറയാം തുളച്ച് ഗോൾ പോസ്റ്റിനകത്ത് കയറിയിരിക്കേണ്ടത്. അങ്ങനെയാണ് മെസ്സി റെക്കോർഡുകൾ ഉണ്ടാക്കാൻ പിറന്ന ഒരാൾ, റെക്കോർഡുകൾ വാരിക്കൂട്ടാൻ വേണ്ടി പിറന്ന ഒരാൾ തന്നെയാണ് ഈ സാക്ഷാൽ ലിയോണൽ മെസ്സി എന്ന് പറയുന്ന ഒരു ഇതിഹാസം, ഒരു അത്ഭുതമാണ്, ഒരു അതിശയമാണ് ഈ ഒരു താരം എന്ന് പറയാം. കാരണം ഒന്നും പറയാനില്ല താരത്തെക്കുറിച്ച്, ഒന്നും പറയാനില്ല. ഈ നേടാൻ താരം അവരുടെ കരിയർ ബാക്കിയൊന്നുമില്ല. എല്ലാം ലയണൽ സ്കലോണി ആയാലും താരമായാലും വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ആരാധകരായാലും വളരെ 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 ഹാപ്പിയാണ്, ബ്ലെസ്ഡ് ആണ്, ഗിഫ്റ്റാണ്. ഇത്രയേ ഉള്ളൂ പറയാൻ. അന്നേരം അടുത്ത കളി അർജൻറ്റീനയ്ക്ക് പേക്ക് വെർഡെ എന്ന് പറയുന്നൊരു ക്ലബ്ബാണ്. ആ ഒരു രാജ്യമായിട്ടാണ് അടുത്ത കളി. അത് നോക്കൗട്ട് സ്റ്റേജാണ്. പോർച്ചുഗലിൻ്റെ അടുത്ത കളി ക്രൊയേഷ്യ ആയിട്ടാണ്. എന്താണെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. നമുക്ക് എന്തായാലും അർജൻറ്റീന ഇത്തവണ കപ്പ് ചൂടുമോ അത് ഇനിയും വേറെ പുതിയ ചാമ്പ്യന്മാർ പിറക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ ബൈ.